പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എന്താ ഇവിടെ ഇത്ര ബഹളം? എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറ. അമ്മ, മൂന്നാറിൽ പോയാ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത റൂമും പറഞ്ഞേൽപ്പിച്ച വണ്ടി ഇവൻ വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. എന്തിനാണ് നീ അങ്ങനെ ചെയ്ത്? ഞാൻ പറഞ്ഞിട്ടാ പ്രതീക്ഷ അങ്ങനെ ചെയ്തത്. നീ പറഞ്ഞിട്ടോ? എന്താ നിനക്കെന്താ കുഴപ്പം? അമ്മ, ഒറ്റ ചോദ്യമുള്ളൂ. ഈ ട്രിപ്പിന്റെ ഉദ്ദേശം എന്തുവാ? ഈ ട്രിപ്പിന്റെ ഉദ്ദേശം? അയ്യോ കഷ്ടം. എടാ, ഇതുവരെ കിട്ടാതെ ആ സിംഗപ്പൂരിലെ വലിയ കമ്പനിക്കാരുമായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഒരു ധാരണയിലെത്തി. അവര് വന്ന് നമ്മളുമായിട്ട് സഹകരിക്കുന്നുള്ള ഒരു സന്തോഷ വർത്താനം പറഞ്ഞപ്പോൾ ഞാനാ അവനോട് പറഞ്ഞത്, എടാ നമുക്കിതൊന്ന് ആഘോഷിക്കാം, എല്ലാവർക്കും കൂടെ ഒന്ന് മൂന്നാർ വരെ പോകാം. വേറെ ഒരു ഉദ്ദേശമില്ല അമ്മ ഇതിന്. വേറെന്തുദ്ദേശം? ചേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറവണേ. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്നെ എന്റെ അമ്മയെ അവിടെ കൊണ്ടുപോയി നാണം കെടുത്താനുള്ള പരിപാടി അത് തന്നെയാണ്. നിന്നെ നിന്റെ അമ്മയും കൂടെ നാണം കെടുത്താനായിട്ട് പെട്രോളും മുടക്കി മൂന്നാർ വരെ പോണോ മോളെ? ഇവിടെ എവിടെങ്ങാനും വിട്ട് നാണം കെടുത്താവല്ലോ. ഒരു ഉദ്ദേശം. എന്താ കൊച്ചെ നിന്റെ വിചാരം? മോളി, നീ എന്തൊക്കെയാ പറയണേ? അത് തന്നെ. അണ്ണ, ഈ വരുന്ന ഞായറാഴ്ച എന്താ പ്രത്യേകത എന്നറിയാവോ? ഇല്ല. ഈ വരുന്ന ഞായറാഴ്ച സുരഭി പിക്കിൾസ് തകർന്നിട്ട് ഒരു മാസം തികയാണ്. ഇപ്പൊ സുരഭി പിക്കിൾസ് കമ്പനി ഇല്ലല്ലോ. അത് തകർക്കണമെന്ന് ആഗ്രഹിച്ചവരും ഇവിടെ ഉണ്ട്. അത് തന്നെയാണ് കാര്യം. എന്തൊക്കെയാ നീ ഈ കൊച്ചെ പറയുന്നത്? മനസ്സാവാച അറിയാത്ത കാര്യങ്ങള്. അയ്യോ അമ്മ, ഞാൻ അമ്മ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ അമ്മ എങ്ങനെയൊക്കെ പറയോ? ഇവിടെ വേറെ ചില ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെയാണ് ഇതിനൊക്കെ പിന്നില്. ഓഹോ, അത് നീ എന്നെ എന്റെ അമ്മയെ കുറിച്ചല്ലേ ഉദ്ദേശിച്ചത്? അതെ, നിങ്ങളെ അമ്മയെ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മ, എന്തെങ്കിലും ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചല്ലേ ആഘോഷിക്കാറ്. ഇതെന്തിനാ മൂന്നാറിൽ പോയി ആഘോഷിക്കുന്നത്? കറക്റ്റ്. ഏട്ടത്തെയാണല്ലോ മൂന്നാർ ഫിക്സ് ചെയ്തത് അല്ലേ? അതെ, എന്നെ എന്റെ അമ്മയെ അവിടെ കൊണ്ടുപോയി നാണം കെടുത്തുള്ള പരിപാടി അല്ല. ഞാൻ പറയാം മൂന്നാറിൽ പോകാനുള്ള കാരണം എന്താന്നുള്ളത്. കുറച്ച് നാളുകളായിട്ട് വേണ്ട എന്റെ ഈ പൊന്നുമോൾ, ഈ പിങ്കിമോള് പറയുന്നു, അച്ഛമ്മ നമുക്ക് മൂന്നാറിലൊന്ന് പോണേ, അച്ഛമ്മ മൂന്നാറിലൊന്ന് പോണേന്ന്. എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു സന്തോഷം വന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് മൂന്നാറിൽ പോകാടാ, അവക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് പറഞ്ഞു പോയി. ഇതിനാണ് ഈ ബഹളങ്ങൾ ഇവിടെ. അയ്യോ എന്റെ പൊന്നുമോളെ, അച്ഛമ്മ വിചാരിച്ചില്ലേടാ ഇങ്ങനെയൊക്കെ വരുമെന്ന്. അയ്യോ, മക്കളുടെ ആഗ്രഹമായിരുന്നു, ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. മക്കൾക്കായിരുന്നു മൂന്നാർ പോകണ്ടേ? ചോട്ട് പറയണ്ടേ മുത്തേ, നമുക്ക് പോവാട്ടോ. നീ ഏത് സമയം ചൊറിയമ്മ ചൊറിയമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ. ഇപ്പൊ കണ്ടില്ലേ ചൊറിയമ്മയുടെ ഒക്കെ സ്നേഹം? ഈ ഇടയായിട്ട് ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും എന്നോട് ഒരു സ്നേഹവും ഇല്ല. അയ്യോ പാവം. അയ്യോ പിങ്കി മോളെ, അങ്ങനൊന്നും പറയല്ലേ മക്കളെ. പിങ്കി മോൾ രാവിലെ ഒരു കളി കളിക്കാന്ന് പറഞ്ഞില്ലേ, അത് വാ കളിക്കാൻ മക്കളെ. സത്യം? സത്യം. വാ. അവൾ എവിടേക്ക് പോകുന്നില്ല. അത് വരത്തില്ല, ഞാൻ കൊണ്ടു പടി. എടി എടി താഴെ ഇറങ്ങിക്കേ. എടി അവിടെ നിൽക്കാനാ പറഞ്ഞേ. ഇപ്പൊ ഏതായാലും അവരൊന്നായി, സന്തോഷം. കൊച്ചമ്മ, എനിക്ക് അര ദിവസത്തെ ലീവും കൂടെ വേണം കൊച്ചമ്മ. നീ രാവിലെ അല്ലേ നീ അര ദിവസം എടുത്തത്? അത് കഴുത്തിന്, ഇതിപ്പോ നടുവിന് കൊച്ചമ്മ. നടുവിന്? ഓ, അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൊച്ചമ്മ. അല്ല കൊച്ചമ്മ, അത് കഴുത്തിന്ന് താഴേക്ക്, അതായത് നടുവിലോട്ട് വേദന ഇറങ്ങിയതാണെന്ന് തോന്നുന്നു കൊച്ചമ്മ. കഴുത്തിലുള്ള നീര് ചിലപ്പം ഇറങ്ങിയതായിരിക്കും. കഴുത്തിലുള്ള നീര് നടുവിലാണ്. പോയിക്കോട്ടെ അമ്മ, പാവം വയ്യാത്തോണ്ടല്ലേ. കൊച്ചമ്മ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. പോകണമെന്നുണ്ടെങ്കിൽ പ്രസവ കുഞ്ഞും കൂടെ വരണം. അയ്യോ, എനിക്ക് പറ്റൂല, എനിക്ക് വേറെ പല ജോലികളും ഉണ്ട്. അങ്ങനെ എല്ലാ സത്യവും പറയും. വേണ്ട, ഞാൻ വരാം. എനിക്ക് വയ്യ. എന്തെന്നാണോ എന്തോ കൊണ്ടുപോടാ, നടുവോ കഴുത്തോ എന്തോ എന്ന് വെച്ചാ ഏതെങ്കിലും വേദന ഒന്നുമില്ല കൊച്ചമ്മ. ആ വേദനയുള്ള ഭാഗത്താണ് തൊട്ട്, അതുകൊണ്ടാണ്. നീ അടുത്ത എവിടാന്നും കൂടെ ചോദിച്ചോ ഡോക്ടറോട്. ഈ വീട്ടിനകത്ത് കഴിയണമെങ്കിൽ